നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും, ഉറപ്പിക്കുവാൻ സാധിക്കും നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നുവെന്ന്? ഇവിടെ വായിച്ച വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കുന്നു. Therefore let that abide in you which you heard from the beginning. If what you heard from the beginning abides in you, you will also abide in the Son and the Father. In the New Living Translation, it says this way. So you must remain faithful to what you have been taught from the beginning. If you do, you will remain in fellowship with the Son and the Father. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതിനോട് നിങ്ങൾ വിശ്വസ്തത പാലിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പോടെ പറയുവാൻ സാധിക്കും നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കുന്നുവെന്ന്. എന്താണ് നമ്മൾ ആദ്യം കേട്ട വിഷയം? അല്ലെങ്കിൽ ആദ്യം മുതൽ കേട്ടെന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കും പറയാം കേട്ടോ. വളരെ ചുരുക്കം രീതി പറഞ്ഞാൽ രക്ഷയുടെ സന്ദേശം. If you are faithful to the message of salvation which you have heard from the beginning, that will ensure that you remain loyal to him and in the Lord Jesus Christ and the Father. ഇവിടെ എടുത്തു പറയുന്നൊരു വാക്കുണ്ട്, ഏതെന്നറിയാമോ? നിങ്ങൾ ആദ്യം മുതൽ കേട്ടത്. What you have heard from the beginning. അത് എടുത്തു പറയാൻ കാരണം ദൈവത്തിൻ്റെ ആത്മാവിന് അറിയാമായിരുന്നു ഒരു സമയം വരും, ഒരു കാലം വരും ആദ്യം കേട്ടതൊക്കെ ഒന്ന് മാറ്റി പറയുവാൻ. ആദ്യം കേട്ട രക്ഷയുടെ സന്ദേശമൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ കർണരസമായ വിധത്തിൽ ഒന്നൊക്കെ പറഞ്ഞ് സഭയിൽ ആൾക്കാരെ കൂട്ടാനും ചിന്തകളെ മാറ്റുവാനും സന്ദേശം മാറ്റുവാനും ആൾക്കാർക്ക് ഒരു മനസ്സുണ്ടാകും. There would be a place or a time that comes, a season that comes, that people want to distort, pervert, change the gospel message. So in warning against that, in guarding against that, the Holy Spirit made sure that John wrote down that this gospel message to which we are faithful to is not something that I came up with in the 21st century or somebody else comes up with in the 22nd century. This message does not change. This is the message that's been preached for 2,000 years. So what we have heard from the beginning, we should listen to that. 2000 വർഷമായി പ്രസംഗിക്കുന്ന ഈ രക്ഷയുടെ സന്ദേശത്തിനും ഒരു മാറ്റവുമില്ല. എത്ര പ്രഗത്ഭന്മാർ വന്നാലും, എത്ര തിയോളജി എക്സ്പെർട്സ് വന്നാലും, ഈ മെസ്സേജ് എത്ര മാറ്റിയാലും നമ്മൾ പറയണം അതല്ല, അത് ആദ്യം കേട്ടതിൽ നമ്മളൊരു വ്യത്യാസമുണ്ട്, അവിടെ ഞാൻ വീഴത്തില്ല, ഞാൻ ആദ്യം കേട്ടത് തന്നെ ഞാൻ വിശ്വസിക്കും. ഇതിപ്പം പല പ്രാവശ്യം നമ്മൾ ഈ ബൈബിളിൽ ഈ ഒരു മുന്നറിയിപ്പ് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു മുന്നറിയിപ്പ് നമ്മൾ പല പ്രാവശ്യം ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗലാത്യ സഭയെ നോക്കിയിട്ട് പൗലോസ് പറഞ്ഞു കേൾക്കണമോ? What did Paul say about the church in Galatia? I am so amazed that you are quickly deserting him who called you by the grace of Christ for a different gospel. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. സോ ഈ സഭയെ ചിന്തിക്കണം. ഹീസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഔട്ട്സൈഡ് പീപ്പിൾ. സഭയ്ക്ക് വെളിയിൽ സുവിശേഷത്തിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ സഭയ്ക്ക് ഉള്ളിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഇത്ര വേഗം കൃപയാൽ ലഭിച്ച ഈ നല്ല ഭാഗ്യം, നല്ല അനുഭവത്തെ മാറി വേറൊരു സുവിശേഷം അംഗീകരിക്കുവാൻ, ചിന്തിക്കുവാൻ, നിങ്ങളുടെ ഹൃദയം അങ്ങോട്ട് ചായുവാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി? അത് കേട്ടിട്ട് പൗലോസ് പറയുന്നു, എനിക്കങ്ങ് ആശ്ചര്യമുണ്ടാകുക. He didn't say, oh, you came up with a new version of the gospel and I'm amazed how much the revelation is sitting in you. That's not what Paul says. Paul says there's only one gospel. Paul says there's only one message. That message has been the same in this many centuries, this many years, and how quickly you deserted that. ഗലാത്യർ 1:7 നമ്മളിങ്ങനെ വായിക്കുന്നു, അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ
കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു അത്രേ. So it's not even a gospel, but some people have come in to distort and to pervert the gospel that exists as the truth, and they have taken you away from the Lord Jesus as a result. ക്രിസ്തുവിൽ നിങ്ങളെ മാറ്റുവാൻ വേണ്ടിയാണ് മറ്റുള്ള സുവിശേഷം വന്നിരിക്കുന്നത്. ഇതിലൊരു ചിന്താവിഷയം, പൗലോസ് ഓരോ ലേഖനം എഴുതുമ്പോൾ, റോമ ലേഖനമോ തെസ്സലോനിക്കർക്കുള്ള ലേഖനമോ എഫേസ്യർക്കുള്ള ലേഖനമോ, അവിടെ എല്ലാം ലേഖനങ്ങൾ എഴുതുമ്പോൾ as he writes these epistles to all these churches, നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, എല്ലാ ലേഖനവും തുടങ്ങുന്നതെന്നറിയാമോ? ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ വിശ്വാസം ഓർക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തുതി പാടുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഗലാത്യ സഭയെ നോക്കിയിട്ട് അങ്ങനെ പറയാനില്ല. As he writes to the church in Galatia, he has nothing to say of praiseworthiness or thanksgiving or honor unto God, because he is concerned that they have distorted the gospel and moved away from what the Lord Jesus has established as the only message of salvation. And then the second thing that you notice that's unique in this letter is when Paul writes all these letters, he says to the church in Corinth, to the church in Ephesus, to the church in Thessalonica എന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ലേഖനമുണ്ടല്ലോ ഒരൊറ്റ സഭയ്ക്കുള്ളതല്ല. ഗലാത്യ ലേഖനത്തിൽ ആരംഭത്തെ വാക്കിൽ പറയുന്നു, ഗലാത്യയിലുള്ള സഭകൾക്ക്, സകല സഭകൾക്കും എഴുതുന്നത്. അങ്ങനെയാണുമ്പോൾ എത്ര സഭകളാണ് യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്? How many churches have walked away from the true gospel? Because Paul is saying, I'm not writing just to a single church, to all the churches in Galatia. How is it that you are quickly deserting the one who has called you by grace and following after another gospel that exists? Think about it this way. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഗോസ്പൽസ് ഒക്കെ എന്തൊക്കെയാ? What type of gospel message do we hear nowadays? I was trying to categorize some of the gospels that I've heard recently. Gospel of prosperity. ഇല്ലേ? സമൃദ്ധിയുടെ സുവിശേഷം. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. സമൃദ്ധി എനിക്ക് കിട്ടും, ആ ഒരു ആഗ്രഹത്തോടെ ഈ ഒരു വേറൊരു സുവിശേഷം കേട്ടപ്പോൾ അതിൻ്റെ പുറകെ പോകാൻ എത്രയോ ആയിരങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Another gospel that I saw was the gospel of comfort. സുഖസൗകര്യങ്ങളുടെ ഒരു സുവിശേഷം. നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇങ്ങോട്ട് വാ, സുഖസൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. Come here, all your problems will be gone. Every day is a weekend. You can enjoy, you can relax, you can rest. God is taking care of all of that. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ പരസ്യമാകുന്ന ഒരു സുഖത്തിൻ്റെ ഒരു സുവിശേഷം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. The third thing that we see, especially in this country, is the gospel of convenience or liberty. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൃപയുടെ കീഴില്ല എന്ന് പറയുന്ന ഒരു പുതിയ സുവിശേഷം ഇറങ്ങിയിട്ടുണ്ട്. പുതിയതല്ല കേട്ടോ. I saw a YouTube video from Kerala one day, a pastor is saying, നിങ്ങളുടെ വാതിൽക്കലിൻ്റെ കട്ടിലുമേലൊക്കെ രക്തം പുരട്ടിയുണ്ട്, അകത്തിരുന്ന് നിങ്ങൾ എന്തോ ചെയ്താലും കുഴപ്പമില്ല, രക്തമുണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടു. Gospel of convenience, gospel of liberty, a perverted gospel, a distorted gospel is what we see preached today. പിന്നീട് gospel of, I don't know what the best word is, maybe gospel of identification. എന്ന് വെച്ചാൽ ലീലാമ്മ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു മരം നിൽപ്പുണ്ടല്ലേ? ആർക്കാ മരമില്ലാത്തത്? ഒരു മലയാളക്കൂട്ടത്തിൽ എത്ര ലീലാമ്മമാർ കാണും? പക്ഷെ ഇപ്പം സ്റ്റേജിൽ കയറി ഈ ഒരു സുവിശേഷം കേൾക്കുന്നത്, ഞാൻ ഇന്ന വ്യക്തിയെ കാണുന്നു, പേര് തുടങ്ങുന്നത് സു കൊണ്ടാ, അല്ലെങ്കിൽ പേര് തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞ് കുറേ സുവിശേഷന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എന്തൊക്കെയാ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും അങ്ങ് ചാടുക. പീപ്പിൾ ആർ ജമ്പിങ് അപ്പ്. പിയാനോക്കാൾ അവർ പിയാനോ വായിക്കുന്നു, ഡ്രമ്മ് കൊട്ടുന്നു, ആരുടെ ഒരു പേര് പറഞ്ഞ ഒരാൾ എഴുന്നേറ്റാൽ മതി. So we see this gospel of some sort of identification or guesswork going on.
വേറൊരു സുവിശേഷം ആദായത്തിന് വേണ്ടിയുള്ള സുവിശേഷം, ഗാസ്പൽ ഓഫ് ബെനഫിറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് 10 വെച്ചാൽ നാളെ 100 കിട്ടും, കിട്ടുകയും ചെയ്യും. അവർക്ക് കിട്ടും, പറയുന്നവർക്ക്. പക്ഷെ ഇതാണ് ഇപ്പോൾ കാണുന്ന സുവിശേഷം എന്ന് പറയുന്നത്. There's also the gospel of hyper grace. അമിത കൃപ എന്ന് പറയുന്നൊരു സുവിശേഷം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും തിന്നാം, എന്തും കുടിക്കാം, എപ്പോഴും ആനന്ദിച്ചോ, കുഴപ്പമില്ല. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെ പൊതിഞ്ഞു വെച്ചേക്കുക. The grace of God is covering you no matter what you do, eat, drink, talk. It doesn't matter, all of it's taken care of. ഗലാത്യ സഭകൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടത്തിലുമാണ് ഈ സുവിശേഷം, മറ്റുള്ള സുവിശേഷങ്ങൾ പുറത്തു വരുന്നത്. വേറെ സുവിശേഷങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ പുറകെ പോകുന്നത്. How many thousands of people are going away from the true gospel into this other gospel? So Paul could write this letter to all the churches in the world in 2025, and he could say the same thing. I am amazed how quickly you're deserting from the one who has called you by grace and going into another gospel, which is truly not even a gospel. It is something that has been brought together to mislead you, to deceive you, to distort you, and to take you away from the Lord Jesus Christ. നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? In 1 John, what do we read? നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അന്നാലേ നമുക്കൊരു ഉറപ്പുള്ളൂ, ഞാൻ പിതാവിലും ഞാൻ പുത്രനിലും വസിക്കുന്നുവെന്ന്. None of us have the authority to change the gospel message. ഈ സുവിശേഷ സന്ദേശം മാറ്റി എഴുതുവാൻ നമുക്ക് ആർക്കും കർത്താവ് അധികാരം തന്നിട്ടില്ല. ആരെങ്കിലും പറഞ്ഞാൽ, പൗലോസിനെ പറഞ്ഞല്ലോ, ഒരു ദൂതൻ പോലും വന്ന് വേറൊരു സുവിശേഷൻ പറഞ്ഞാൽ അവൻ നശിച്ചു പോകട്ടെ, ശാപമായി മാറട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ നൂറ്റാണ്ട് താമസിച്ച് നമുക്ക് പോലും ഈ സുവിശേഷത്തിന് മാറ്റം വരുത്തുവാൻ നമുക്കൊരു സാവകാശവും അനുവാദവും തന്നിട്ടില്ല. If you look at the churches in Revelation, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന സഭകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 2 സഭകൾ ഒഴിച്ച് അവിടെ എല്ലാം യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന വിഷയം അനുവദിച്ചു? നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന ആൾക്കാരെ അനുവദിച്ചു? എന്തുകൊണ്ട് ഈ ഉപദേശം നിങ്ങൾ സമ്മതിച്ചു എന്ന് ചോദിക്കുന്ന അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ യഥാർത്ഥ സുവിശേഷവും അതിൻ്റെ സന്ദേശവും മാറിപ്പോയിട്ട് ഇപ്പോൾ മറ്റുള്ളൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയിരിക്കുകയാണ്. That's why the writer of Hebrews says, therefore, we must give more earnest heed to the things we have heard, unless we drift away. അതുകൊണ്ട് നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ബ്രദർ സാം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെന്ന്. ശരിയാ, പക്ഷെ നമ്മൾ എത്ര എണ്ണം മുറുകെ പിടിക്കുന്നുണ്ട്? നമ്മൾ എത്ര പേര് അതിൽ നിലനിൽക്കുന്നുണ്ട്? How many of us are able to grab on to, pay earnest attention to the messages that we hear and make sure that we're not drifting away from the true gospel and the message of the true gospel that we see? So when we see all these other different gospels, if someone comes to you and asks, what is the real gospel message? How would you respond to that person? ഇങ്ങനെയുള്ള മറ്റുള്ള സുവിശേഷങ്ങൾ നമ്മൾ ഒത്തിരി കാണുന്നത് കൊണ്ട് ഒരു വ്യക്തി നിങ്ങളോടൊന്ന് ചോദിക്കുക, സഹോദര അല്ലെങ്കിൽ സഹോദരി, എന്താണ് യഥാർത്ഥ സുവിശേഷം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾ എന്താണ് ആദ്യം മുതൽ കേട്ടിരിക്കുന്നത്? What have you heard from the beginning? Okay, as time permits, we'll touch on what the true gospel is. അതറിയണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ പ്രസംഗത്തിൽ പോകാം. ഒന്നാമത്തെ ആരാധനയുടെ ഒന്നാമത്തെ പ്രസംഗം. We'll go to the first sermon in the first worship service. You know where that happens? എവിടെ സംഭവിച്ചെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികൾ. Yes, Pastor Mansi. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ. Acts of the Apostles chapter 2. അവിടെയാണ് ആദ്യത്തെ ആരാധനയും ആദ്യത്തെ പ്രസംഗവും. അങ്ങനെ ആദ്യം മുതൽ കേട്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് അവിടെ തന്നെ പോകാം. Okay, we'll go to the first message in the first service. What is the true gospel? So we know the situation that's happening here. നമുക്കിവിടെ എന്ത് സംഭവിക്കും എന്നറിയാം. 120 people are gathered in the upper room.
They're waiting for the promise of God. They're sitting there in obedience. Based on the words of God, they're waiting for the promise of God. And all 120 people gathered together. As they're praying, we see all of a sudden the Holy Spirit comes upon them. When the Holy Spirit comes upon them, we see them speaking in all these different languages, and they're praying and they're worshiping and praising God. All of a sudden, people from around that area, around that place, hear this noise and says, we want to see what's happening. 120 പേര് മാളികമുറിയിൽ കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഈ ശബ്ദം കേട്ട് കുറച്ച് പേർക്ക് ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയോടെ കാണുവാൻ വന്ന് കുറച്ച് പേർ നോക്കിയപ്പോൾ അവരിവരെ കളിയാക്കി. They made fun of them. These people who came to see what's going on, they said, these people are drunk. ഇവർ കുടിച്ചിട്ടിരിക്കുക. ഉടനെ പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റു. He starts the first sermon. All of a sudden, Pastor Peter stands up and Pastor Peter says, people, we're not drunk like we think we are. But there was a promise made in the prophet Joel's writings. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. In the last days, I will pour out my spirit on all flesh. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. I will pour out, and your young men will start to see dreams, will start to prophesy. Your children, your sons and daughters will prophesy. Your young men will start to see dreams. Your older men will start to see visions. I will pour out my spirit on all flesh. നിങ്ങൾ ഭൂമിയിലും ആകാശത്തിലും ചന്ദ്രനിലും സൂര്യനിലുമൊക്കെ അടയാളങ്ങൾ കാണുവാൻ തുടങ്ങും. എന്നാൽ Then Peter goes on to say, but then anyone who calls upon the name of the Lord Jesus Christ will be saved. ആരെങ്കിലും ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവർക്ക് രക്ഷ പ്രാപിക്കും. ആദ്യ സന്ദേശത്തിന്റെ ആരംഭം. സുവിശേഷം അവിടെ തീർന്നില്ല കേട്ടോ. The gospel didn't end with that statement. That's just the appetizer for the main course. ആ പ്രസംഗത്തിന്റെ ആരംഭ ഘട്ടം മാത്രമേ പത്രോസ് തുടങ്ങിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയാ, ഇസ്രായേൽ പുരുഷന്മാരെ, ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കണം. Men of Israel, hear what I'm about to say. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞ് കേട്ടില്ല എങ്കിൽ, യോവേൽ പ്രവാചകന്റെ വാക്കുകൾ ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കണം. Men of Israel, hear these words. It starts, the main course of the gospel starts in chapter 2 and verse 22. And so John, the other 10 apostles or disciples, Peter, which makes 11, they all stood up when Pastor Peter stood up. So John is saying, I was there. I heard this message firsthand. I heard the first message. I was physically there. I stood up with the pastor as he was speaking to the crowd. And the first part of the message is in verse 22, Jesus of Nazareth. നസ്രേനായ യേശു. അങ്ങനെയാണ് സുവിശേഷം ആരംഭിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറയണമെങ്കിൽ ആ പറച്ചിലിൻ്റെ ആരംഭം തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ ഉദ്ധരിക്കണം. There is no gospel message without the Lord Jesus Christ. Any other message is simply something that can motivate people, inspire people. That may be true. But if you want to share the gospel message with someone, make sure that it starts with Jesus Christ of Nazareth. ഒരു യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. The genesis of any gospel message is Jesus Christ. അതിൻ്റെ അർത്ഥം ഒരു പ്രസംഗവേദിയിലോ ഒരു ബൈബിൾ സ്റ്റഡി സമയത്തോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു സഭയോ ഒരു വ്യക്തിയോ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, സുവിശേഷമല്ല നമ്മൾ കേൾക്കുന്നത്.
if we're promoting an institution, a church, a person, some work, some mission, some ministry, if that's our focus, we must understand the gospel message is being watered down. The moment we walk away from declaring and proclaiming the name of the Lord Jesus Christ and saying the gospel starts with the Jesus of Nazareth, until we do that, there is no true gospel. And Paul could tell us, I'm astonished that you're moving away from the true gospel that you've heard from the beginning. So we must understand the first aspect of gospel message is to start with the name of the Lord Jesus Christ. And specifically, Peter says, Jesus of Nazareth. Why did Peter say, Jesus of Nazareth? നസ്രനായ യേശു എന്ന് എടുത്തു പറയുവാൻ എന്തുകൊണ്ട് പത്രോസിന് ആ പ്രേരണ ലഭിച്ചു? Now, some of the historians say that as Jesus became more popular during his ministry time, people in those places started naming their own kids Jesus. യേശു എന്ന പേരുണ്ടല്ലോ വളരെ കോമൺ ആയി. കാരണം ഈ യേശുവിനെ കീർത്തി കൂടുന്നിടത്തോളം ആൾക്കാർക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. അന്നേരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്കും യേശു യേശു എന്ന് പേരിടും. അന്നേരം ഈ ഇസ്രായേൽ പുരുഷന്മാർ ഇവരെ കളിയാക്കിയവർ നോക്കി നിൽക്കുമ്പോൾ, ഇവർ കുടിച്ചിട്ടിരിക്കാന്ന് പറയുമ്പോൾ അവരെ നോക്കിയിട്ട് ഇവർക്ക് ഒരു ഒറ്റ ചിന്താക്കുഴപ്പം ഉണ്ടാകില്ല. They should not be confused about which Jesus that Peter is talking about. So to avoid any confusion and to think about all the hundreds of Jesus who may have lived in that time, Peter says, I want to tell you one thing. There's only one Jesus that I'm referencing. That is Jesus of Nazareth. നസ്രായനായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് പത്രോസ് ഇവിടെ എടുത്തു പറയുന്നത്. But also we must realize, when we think about Nazareth, yes, Jesus was born and lived in that town. പക്ഷേ ആ നസ്രത്ത് എന്ന പട്ടണത്തെ പറ്റി ബൈബിളിൽ അധികമൊന്നും പറഞ്ഞിട്ടില്ല. ബേത്ലഹേമും മറ്റുള്ള പട്ടണങ്ങളൊക്കെ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു. പഴയ നിയമത്തിൽ നസ്രത്ത് എന്ന പട്ടണത്തിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരു 10-12 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പകുതിയും ഈ പുസ്തകത്തില്ല, അപ്പോസ്തല പ്രവൃത്തിയില്ല. Right? So the Nazareth is not mentioned much, not referenced much. It's a sort of an obscure town considering Bethany or Bethlehem or Jerusalem. These other towns are mentioned frequently and we know them from Sunday school. But Nazareth is very obscure, very insignificant in some cases. നസ്രത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? എന്തോ ഉറക്കെ പറഞ്ഞോ, കേട്ട് കുഴപ്പമില്ല. Nathanael asks, and we know the question that Nathanael asks. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും, ആ ചോദ്യം ചോദിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? If Nathanael had to ask the question, can anything good come out of Nazareth? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നദറേലിൻ്റെ മനസ്സിലെങ്കിലും ഈ പട്ടണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലുതായിട്ട് പറയാനൊന്നുമില്ല. Right? If you look at it from Nathanael's perspective, there's not much good that he can even talk about. So when Philip comes to Nathanael and says, come and see, we have seen the Messiah who has come out of Nazareth, the first question that Nathanael asks is, can anything good come out of there? So we can look at the town of Nazareth and say, it's a very insignificant town, very obscure town. No one knows a lot about it. പക്ഷേ അതിനകത്തൊരു ദൂത് നമുക്ക് തരാൻ വേണ്ടിയാണ് പത്രോസ് അങ്ങനെ പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 7 പ്രാവശ്യം ഏകദേശം ഈ പുസ്തകത്തിൽ തന്നെ ആ പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ, when we read the references in the book of Acts, it's not that they simply reference the town of Nazareth. Every one of those references say Jesus of Nazareth. നസ്രേനായ യേശു എന്നാണ് 7 പ്രാവശ്യവും ഈ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റെഫറൻസ് കാണിച്ചു തരാം. The one that we read today, ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തി 2:22, അവിടെ പറയുന്നു നസ്രേനായ യേശു. Acts 2:22 we read Jesus of Nazareth. Acts chapter 3 verse 6, അപ്പോസ്തലപ്രവൃത്തി 3:6 വാക്യം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ്
നടന്നു പോകുന്ന വഴിയിൽ ഒരു വ്യക്തി അവിടെ വഴിയെ ഇരുന്ന് ഭിക്ഷ യാചിക്കുക. അവിടെ പത്രോസ് പറയുന്നത് കേൾക്കണമോ? When somebody is begging in the street next to the beautiful gate, you know what Peter says? വെള്ളിയും പൊന്നും, I don't have silver or gold. I don't have money or anything else to give you. But I have one name that I can give unto you. എനിക്കൊരു നാമം നിനക്ക് പറഞ്ഞു തരുവാൻ സാധിക്കും. ഏതാണെന്നറിയുമോ? നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. In the name of Jesus of Nazareth, rise up. അത്രയും പറഞ്ഞാൽ മതി ഒരു വ്യക്തിക്ക് പൂർണ്ണ വിടുതൽ ഉണ്ടാകുവാൻ. Jesus of Nazareth is a powerful name. Jesus of Nazareth is the beginning, the genesis of the gospel message. Jesus of Nazareth is more valuable than silver or gold. വെള്ളിയെക്കാട്ടിലും പൊന്നിനെക്കാട്ടിലും നല്ല മൂല്യമുള്ള വിലയേറിയ ഒരു നാമമാണ് നമ്മുടെ നസ്രയനായ യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് സുവിശേഷ സന്ദേശം അവിടെ ആരംഭിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ വിഷയം. അതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ, പത്രോസ് കാണിച്ച മാതൃക. സോ മാളികമുറി എഴുന്നപ്പോഴും പറഞ്ഞു നസ്രയനായ യേശു, വഴിയരികെ നിന്നപ്പോഴും പറഞ്ഞു നസ്രയനായ യേശു. In Acts chapter 4 verse 10, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, Peter is now standing before the council and they're asking him the question, by what authority or by whose name did you heal him? നീ ഏത് അധികാരത്തിലല്ല എങ്കിൽ ഏത് നാമത്തിലാണ് നീ ഇവനെ സൗഖ്യമാക്കിയത്? അവിടെ പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? Let it be known to all of you. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ വിഷയം. Let it be known to all the people of Israel. ഇസ്രായേൽ മക്കളെല്ലാം ഈ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കണം. I did this by the name of Jesus the Nazareth. ഞാൻ ചെയ്ത അത്ഭുതമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പ്രിയ സഹോദരന് സൗഖ്യമുണ്ടായി അറിയാമോ? എൻ്റെ കഴിവ് കൊണ്ടല്ല, നസ്രയനായ യേശുവിൻ്റെ നാമത്തിലാണ്, ആ അധികാരത്തിലാണ് ഞാൻ ഈ സഹോദരന് സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായത്. That's how he has experienced that a blessing. Go forward into Acts chapter 6 verse 14. 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവിടെ നമ്മൾ സ്തേഫാനോസിനെ പറ്റി ആൾക്കാരെ വിമർശിക്കുമ്പോൾ, കുറ്റം ആരോപിക്കുമ്പോൾ, they talked about Stephen. They said they accused Stephen of preaching about the Jesus of Nazareth who would destroy this place and change the customs. ആ നസ്രയനായ യേശുവിനെ പറ്റി, ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് നൽകിയ എല്ലാ മാതൃകളെ മാറ്റിക്കളയുമെന്ന് ഈ സ്തേഫാനോസ് പ്രസംഗിച്ചു എന്ന് ഞങ്ങൾ കേട്ടു. അന്നേരം സ്തേഫാനോസിനെ കുറ്റം ആരോപിക്കുമ്പോഴും ജനങ്ങൾ പറയുന്നറിയാമോ? ഈ സ്തേഫാനോസ് എന്തോ പറഞ്ഞിരിക്കുന്നു? നസ്രയനായ യേശു. Acts chapter 10 verse 38, അപ്പോസ്തലപ്രവൃത്തി 10:38, now Peter is in the house of Cornelius. കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയ പത്രോസ്. Peter is preaching in verse 38. It says Peter was preaching at the house of Cornelius and says, God anointed Jesus of Nazareth with the Holy Spirit and with the power. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. So there again you see Peter referencing the Lord Jesus Christ in the same way. Fast forward towards the end of the Acts of the Apostles, chapter 22 and verse 8. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പൗലോസും കർത്താവും തമ്മിലുള്ള സംഭാഷണം. It's a conversation between the Lord Jesus Christ and Paul. പൗലോസിന്റെ ചോദ്യം, കർത്താവേ നീ ആരാകുന്നു? Lord, who are you? കർത്താവിന്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. I am Jesus of Nazareth whom you are persecuting. ഇപ്പോൾ പത്രോസിന്റെ വാക്കുകളല്ല, സ്തേഫാനോസിന്റെ വാക്കുകളല്ല, യേശുക്രിസ്തു തന്നെ പറയുന്ന പൗലോസിനോട്, ഞാനാണ് നസ്രയനായ യേശു. അവിടെയും യേശുവിൻ്റെ ആഗ്രഹം പത്രോസിൻ്റെ ആഗ്രഹം പോലെ എന്ന് വെച്ചാൽ പൗലോസിന് ഒരൊറ്റ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. Paul should not be confused as to which Jesus is speaking to him or which Jesus he is persecuting. So to point that out, Jesus tells Paul, I am the one you are persecuting. My name is Jesus of Nazareth. അതിനെപ്പറ്റി പൗലോസ് 26-ാം അധ്യായത്തിൽ സാക്ഷ്യം പറയുന്നുണ്ട്. Paul gives a testimony in the 26th chapter and in verse 9. അവിടെ പൗലോസ് പറയുന്നു, I myself thought I would do many things to the contrary of the name of Jesus of Nazareth. നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി
പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചത് തന്നെ സത്യം. അങ്ങനെ 7 പ്രാവശ്യം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നസ്രയനായ യേശു എന്നുള്ള നാമം. നമ്മൾ ആദ്യം മുതൽ കേട്ടത് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം കേട്ടെന്നറിയാമോ? സുവിശേഷത്തിന് ആരംഭമെന്ന് പറയുന്നത് നസ്രയനായ യേശു എന്ന നാമത്തിൽ ആരംഭിക്കുന്ന സുവിശേഷമാണ്. The gospel is what starts with the name of the Lord Jesus Christ from Nazareth. So why then, what is the message that we can see from that message itself? Why mention an obscure town, an obscure place, insignificant place to relate Christ to as he comes and shares the gospel? ആരും അറിയപ്പെടാത്ത, പ്രാധാന്യം അർഹിക്കാത്തൊരു പട്ടണത്തെ ആ പട്ടണത്തിൻ്റെ പേര് വെച്ച് ക്രിസ്തുവിനെ അറിയിക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനെ പ്രേരിപ്പിച്ചു? അതിൽ നിന്നുള്ള ചില ദൂതുകൾ നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1. God does not need the rich and important for him to work in that situation or for him to be involved. ദൈവത്തിന് സമ്പത്തോ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം വേണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം. Maybe you think I am insignificant. Maybe you might think I don't have richness, wealth, or any of the qualifications. And this passage tells me very clearly that it doesn't matter how rich you are or not rich. It doesn't matter how influential you are or not so. It doesn't matter how important you are or not so. For the work of the Lord to be evident in your life, nothing matters. If Jesus can come out of Nazareth and be the Messiah in our place, in our life, in our situation, he can make things more important by simply his presence being there. ദൈവത്തിന് തൻ്റെ പ്രവൃത്തികളിൽ ഉൾപ്പെടാൻ സമ്പത്തോ പ്രാധാന്യമോ ഒന്നും വേണ്ട കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ ആലോചന. The second message that I learned as I was studying this passage is God is involved in what seems to be the most obscure and he makes it well known. ദൈവം ഏറ്റവും അപ്രധാനമായി തോന്നുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടാൽ അത് ഏറ്റവും പ്രധാനമായി മാറും. പഴയ നിയമത്തിൽ കാണാത്ത പട്ടണത്തിൻ്റെ പേര് പുതിയ നിയമത്തിൽ 10-12 പ്രാവശ്യം എടുത്തു പറയാൻ കാരണമുണ്ട്. യേശുക്രിസ്തു നസറേത്തിൽ നിന്ന് വന്നതുകൊണ്ട്. Just because Christ came out of Nazareth, you see that town being mentioned about 12-13 times in the New Testament. So when God is involved in what seems to be the most obscure, when God is involved, it makes it more well known. മൂന്നാമത്തെ ആലോചന, God often uses the humble and the overlooked to accomplish his purpose. ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ പലപ്പോഴും താഴ്മയുള്ളവരെയും അവഗണിക്കപ്പെട്ടവരെയുമാണ് ഉപയോഗിക്കുന്നത്. ഈ പട്ടണം അവഗണിക്കപ്പെട്ട പട്ടണം. നമ്മളെന്നെ പറഞ്ഞല്ലോ നഥനയേലിൻ്റെ വാക്കുകൾ, Nathanael's words, can anything good come out of this town? അങ്ങനെ നിന്ദിക്കപ്പെട്ട ആ പട്ടണത്തെ ഒരു പേര് കൊടുക്കുവാൻ ആ പട്ടണത്തെയാണ് ദൈവം ഉപയോഗിച്ചത്. So God often uses the humble and the overlooked to accomplish his purpose. യേശുക്രിസ്തു പട്ടണത്തിലേക്ക് യെരുശലേമിലേക്ക് കടന്നു വന്നപ്പോൾ കുതിരയിലാണ് വന്നത്. Did he ride a horse into Jerusalem? Did he have chariots? രഥങ്ങളുണ്ടായിരുന്നോ? ഇല്ല. ആരും ഉപയോഗിച്ചെന്നറിയാമോ? ഒരു ചെറിയ കഴുത. Jesus used a young donkey to ride into the town. Everybody thinks a king comes on a horse. Everybody thinks the king comes with chariots. The king comes with a host of soldiers and guards. No, our Lord Jesus, the King of Kings, uses the most obscure, insignificant, neglected, overlooked thing for his own purpose. That's why he rode a donkey into the town. The fourth message that as I was studying this that I learned is, if we are feeling neglected, if you feel like you're overlooked, this gives me a comforting message. Don't worry. നിങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആ നല്ല കാര്യങ്ങളൊക്കെ ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഭാരപ്പെടേണ്ട.
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്നെ ആരും ഈ സഭയിൽ അറിയുന്നില്ല, എൻ്റെ പ്രാർത്ഥന ആരും അറിയുന്നില്ല. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ വേറെ ആരും അറിഞ്ഞില്ല എങ്കിലും നമ്മുടെ ദൈവത്തിന് അറിയുന്നുണ്ടെങ്കിൽ അത് മതി അതിന് പ്രാധാന്യം അർഹിക്കുവാൻ. It's only God knowing that gives it the importance. God, if we feel neglected, overlooked, no need to worry about it at all. Jesus is able to make the insignificant the most significant and noticeable in our life. ഒരു വ്യക്തി ഇങ്ങനെ എഴുതി, അവഗണിക്കപ്പെട്ട പട്ടണത്തിലെ അവഗണിക്കപ്പെട്ട മശീഹയാണ് നമ്മുടെ ക്രിസ്തു. Our Christ, our Messiah, is the neglected Messiah in a neglected town. അത് പറയാൻ കാരണമുണ്ട്. ക്രിസ്തു തിരിച്ച് നസ്രത്തിൽ പോയി, അവിടെ ദേവാലയത്തിൽ ചെന്നു, അവിടെ വചനമൊക്കെ എടുത്ത് വായിച്ചു. അവർ പറയുക, ഇതാരാ? ഇത് യോസഫിൻ്റെ മകനല്ലയോ? നീ എന്താ ഞങ്ങളോട് സംസാരിക്കുന്നത്? We don't want to hear from you. You're simply the son of Joseph. Who gives you the authority to say? അതിന് യേശു മറുപടി എന്നറിയാമോ? ഒരു പ്രവാചകന് തൻ്റെ സ്വന്തം ഭവനത്തിൽ ഒരു മാന്യത, ഒരു അംഗീകാരമില്ല. A prophet has no acceptance in his own town. So Jesus was born in Nazareth. Jesus was raised in Nazareth. He comes back to minister in Nazareth. At that point, people reject him. അതുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞത്, our Messiah is a neglected Messiah from a neglected town. അവഗണിക്കപ്പെട്ട പട്ടണത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായ മശീഹയാണ് ക്രിസ്തു എന്ന മശീഹ. ഇത്രയും പറയുവാൻ കാരണം നമ്മൾ ആദ്യം മുതൽ കേട്ടത് നമ്മൾ സൂക്ഷിക്കണം. We must pay attention to and hold on to what we have heard from the very beginning. If that abides in us, then we can be certain that we abide in him and the Father. അത് നമ്മൾ വസിക്കുന്നുവെങ്കിൽ നമ്മൾ പിതാവിലും പുത്രനിലും വസിക്കുന്നു. മറ്റുള്ള സുവിശേഷത്തിന് പുറകെ നമ്മൾ പോകല്ല കേട്ടോ. Don't go after any other gospels. എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും വേറൊരു സുവിശേഷത്തിൽ നമ്മൾ കണ്ണുവെക്കല്, നമ്മൾ ചായ്ഞ്ഞു മാറില്ല. Don't lean towards, don't go chasing after any other gospel. There's only one gospel message. There's only one true gospel message, and that starts with the Lord Jesus Christ of Nazareth. നമുക്ക് പ്രാർത്ഥിക്കാം.